ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിക്കേണ്ടായത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ പ്രത്യേകതയെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അവസാനമായി ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട തസ്ലീമിനെ സംബന്ധിച്ചും ഇസ്തിസ്ലാമിനെ കുറിച്ചുമായിരുന്നു. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഏത് രൂപത്തിലാണോ അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പ്രയോഗങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിവുള്ള അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. അതല്ലാതെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളിൽ അവ്യക്തമായവയുടെ പുറകെ കൂടുകയും അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തുകയും ചെയ്താൽ അത് ശരിയായ തൗഹീദിൽ നിന്നും കലർപ്പില്ലാത്ത ഈമാനിൽ നിന്നും ഒരു വിശ്വാസിയെ പുറത്തു കടത്തുമെന്നാണ് ഗ്രന്ഥകാരൻ വിശദീകരിക്കേണ്ടായത്. ഇന്ന് പഠിക്കുവാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ പ്രധാനപ്പെട്ട ചില മുഅ്ജിസത്തുകളെ സംബന്ധിച്ചാണ്. ഖാലൽ മുസന്നിഫു അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി വൽ മിഅറാജു ഹഖ്ഖുൻ വഖദ് ഉസ്രിയ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വഉരിജ ബിശഖ്സിഹി ഫിൽ യഖളത്തി ഇല السماء ثم إلى حيث شاء الله من العلا وأكرمه الله بما شاء وأوحى إليه ما أوحى ما كذب الفؤاد ما رأى فصلى الله عليه وسلم في الآخرة والأولى. ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വൽ മിഅറാജു ഹഖ്ഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ മിഅറാജ് യാഥാർത്ഥ്യമാകുന്നു. വഖദ് ഉസ്രിയ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാപ്രയാണമുണ്ടാവുകയും വഉരിജ ബി ശഖ്സിഹി ഫിൽ യഖളത്തി ഇല السماء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ثم إلى حيث شاء الله من العلا, പിന്നീട് അവിടെ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച ഭാഗത്തേക്കും അവിടെ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്കും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തുകയുണ്ടായി. വഅക്രമഹുല്ലാഹു ബിമാ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരവ് നൽകുകയുണ്ടായി. വഔഹാ ഇലൈഹി മാ ഔഹാ, അവിടെ വെച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ നൽകുകയുണ്ടായി. മാ കദബൽ ഫുആദു മാ റഅ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതിനെ കളവാക്കിയിട്ടില്ല. ഫസല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ആഖിറത്തി വൽ ഊലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ രക്ഷയും സമാധാനവും ആദ്യവും അന്ത്യവും ഉണ്ടായിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു ഇസ്രാഉം മിഅ്റാജും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ ലഭിച്ചു, വിശുദ്ധ ഖുർആൻ ലഭിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത സംഭവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിലാദ്യമായി കടന്നു വരിക ഇസ്രാഉം മിഅ്റാജുമാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ മുമ്പ് മക്കയിലെ കഅബയുടെ ചാരത്ത് ഹിജ്റിൽ ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറ്റിക്കൊണ്ടുപോവുകയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്ന മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിക്കുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു പാത്രത്തിൽ പാലും മറ്റൊരു പാത്രത്തിൽ മദ്യവും കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത് പാല് കുടിക്കാനായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, നിങ്ങൾ പ്രകൃതിയുടെ അനുയോജ്യതയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുകയുണ്ടായി. ബൈത്തുൽ മുഖദ്ദസിലെ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ യാത്ര പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും സഞ്ചരിച്ച വാഹനത്തിനെ ഹദീസുകളിൽ വിളിച്ചിട്ടുള്ളത് ബുറാഖ് എന്നാണ്. പകലിലേറെ വലിപ്പം കുറവും
കഴുതയിലേറെ വലുപ്പം കൂടുതലുമുള്ള കഴുതയുടെയും കോവർ കഴുതയുടെയും ഇടയിലുള്ള ഒരു മൃഗമാണ് ബഗല്, കോവർ കഴുത എന്ന് പറയുന്നത്. ആ രൂപത്തിലുള്ള ഒരു മൃഗമായിരുന്നു അത്. അതിൻ്റെ നോട്ടം എത്തുന്നിടത്തേക്ക് അതിൻ്റെ കാലുകൾ എത്തുന്ന രൂപത്തിൽ വേഗതയാർന്ന മൃഗമായിരുന്നു അത് എന്നൊക്കെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് കാണാൻ പറ്റും. ആ വാഹനപ്പുറത്ത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും വാനലോകത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. ഇതാണ് മിഅ്റാജ്. മക്കയിൽ നിന്ന് ഒരു രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയത് രാപ്രയാണം, അതിനെ ഇസ്രാ എന്നും, അവിടെ നിന്ന് വാനലോകത്തേക്കുള്ള യാത്രയെ മിഅ്റാജ്, കയറിപ്പോവുക എന്ന പേരിലുമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായിനെ സംബന്ധിച്ച് ഈ രണ്ട് സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ബഹുമാനവും ആദരവും അതേപോലെ മുഅ്ജിസത്തുമാണ് എന്നതാണ് അഹ്ലുസുന്ന വിശ്വസിച്ചു വരുന്നത്. ഇസ്രായിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ സൂറത്ത് ഇസ്രായിൻ്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കുകയുണ്ടായിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്ത് ഇസ്രായിൻ്റെ ആരംഭം തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അറ്റത്തുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച നാഥൻ പരിശുദ്ധനായിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാത്തിന, എന്തിനു വേണ്ടിയാണത്? തൻ്റെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൃഷ്ടിക്കുന്നതിന്, നബി സല്ലല്ലാഹു തൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയാകുന്നതിന് വേണ്ടി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് ഇമാമായി നമസ്കരിക്കുകയും ബൈത്തുൽ മുഖദ്ദസ് കാണുകയും ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള രാപ്രയാണവുമൊക്കെ ആ അർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കാം. അപ്പോൾ വ്യക്തമായി തന്നെ ഇസ്രായിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും അവിടെ നിന്ന് വാനലോകത്തേക്ക് ഉയർന്നു പോയ സംഭവം, അതും വിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിൽ വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, നിങ്ങളുടെ കൂട്ടുകാരൻ കള്ളം പറയുന്നതല്ല, വ്യക്തമായ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് എന്ന് തുടങ്ങിയ വചനങ്ങളിലൂടെ അള്ളാഹു പിന്നീട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലമഹു ഷദീദുൽ ഖുവ, അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ശക്തിമത്തായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദൂ മിർറത്തിൻ ഫസ്തവ, അതീവ സുന്ദരനും ശക്തിമാനുമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹുവ ബിൽ ഉഫുഖുൽ അഅല, ചക്രവാളത്തിൻ്റെ മുകളിൽ ശരിയായി നിൽക്കുകയുണ്ടായി. എന്നിട്ട് സുമ്മദന ഫതദല്ല, പിന്നീട് അദ്ദേഹം അവനിലേക്ക് ചേർന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, രണ്ട് വില്ലുകളുടെ അറ്റങ്ങൾ അടുത്തേക്ക് വരുന്നത് പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അവിടെ വെച്ച് തൻ്റെ ദാസന് അദ്ദേഹം വഹി നൽകേണ്ട കാര്യങ്ങൾ വഹിയായി നൽകുകയുണ്ടായി. മാ കദബൽ ഫുആദു മാ റഅ, അദ്ദേഹം കണ്ടതിനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം കളവാക്കിയിട്ടില്ല. അഫതുമാറൂനഹു അലാ മാ യറ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അദ്ദേഹം ദർശിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് തർക്കിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുകയാണോ? വലഖദ് റആഹു നസ്ലതൻ ഉഖറ, മറ്റൊരിക്കലും അവൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ സൃഷ്ടിച്ച യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഒന്ന്, ആദ്യം പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയ വേളയിൽ ആയിരുന്നുവെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിക്കുകയുണ്ടായി. ലഹു 600 ജനാഹ്, 600 ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഖദ് സദ്ദൽ ഉഫുഖ, ചക്രവാളങ്ങളെ തൻ്റെ ചിറകുകൾ കൊണ്ട് അടച്ചുപിടിച്ച രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായത്. അതിനുമാത്രം ഭീമാകാരനായ സൃഷ്ടിപ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റേത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വലഖദ് റആഹു നസ്ലതൻ ഉഖറ, മറ്റൊരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. എന്ത സിദ്റത്തുൽ മുൻതഹ, എവിടെ വെച്ചാണത്? ആദ്യം കണ്ടത് ചക്രവാളത്തിൽ വെച്ചാണെങ്കിൽ രണ്ടാമത് കണ്ടത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. എന്തഹ ജന്നത്തുൽ മഅവ, എന്താണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷം? അത് സ്വർഗത്തിൻ്റെ അടുത്താണ്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ആ മരത്തെ
പൊതിയേണ്ടവ പൊതിയുകയും ചെയ്തു. മാസാഗൽ ബസറു വമാ തഗ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിദ്റത്തുൽ മുൻതഹായും അവിടെയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയുണ്ടായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സിദ്റത്തുൽ മുൻതഹ, എന്തായിരുന്നു അവിടെ ദർശിച്ച ആയാത്തുകൾ എന്നതൊക്കെ ഹദീസുകളിൽ വ്യക്തമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടതാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ളത് സിദ്റത്തുൽ മുൻതഹ ഇസ്രായിൻ്റെ ഹദീസിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാക്കിന് പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വാനലോകത്തേക്ക് കയറിപ്പോയി. ഒന്നാം ആകാശത്ത് ചെന്ന് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് ചോദിക്കപ്പെടുകയുണ്ടായി, ആരാണ് വന്നിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, മുഹമ്മദ്, എൻ്റെ കൂടെയുള്ളത് മുഹമ്മദാണ്. അവിടെ നിന്ന് വാതിൽ തുറക്കപ്പെട്ടു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ അബുൽ ബഷർ, മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാമുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് രണ്ടാം ആകാശത്തേക്ക് ഉയർന്നുപോയി. അവിടെ വെച്ചും ഒന്നാം ആകാശത്തേതുപോലെ ആകാശലോകത്തിൻ്റെ പാറാവുകാർ ആരാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൂടെ മുഹമ്മദാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ജിബ്രീലിനും വാതിൽ തുറക്കപ്പെട്ടു. അവിടെ വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യ ബിനു സക്കരിയ അലൈഹി വസ്സലാത്തു വസ്സലാം ഇബ്നൈ ഖാല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ട് ബന്ധുക്കളായ രണ്ട് പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയും അവരിരുവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് മൂന്നാം ആകാശത്തേക്ക് കയറിപ്പോയി. അവിടെ വെച്ചും ഒന്നാം ആകാശത്തെ അതുപോലെ ചോദ്യവും മറുപടിയും ഉണ്ടായി. അവിടെ വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടുന്ന് പിന്നീട് നാലാം ആകാശത്തേക്ക് ഉയർന്നുപോയി. അവിടെയും 1, 2, 3 ആകാശങ്ങളിൽ സംഭവിച്ചതുപോലെ ചോദ്യവും മറുപടിയും ഉണ്ടായി. അവിടെ വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് 5-ാം ആകാശത്തേക്ക് പോയി. അവിടെ വെച്ച് 1-ാം ആകാശത്ത് നടന്നതുപോലെ സംഭവങ്ങൾ നടന്നു. അവിടെ കണ്ടത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയായിരുന്നു. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടിക്കാഴ്ച നടത്തി. അവിടുന്ന് വീണ്ടും ഉയർന്നു പോവുകയും 7-ാം ആകാശത്തേക്ക് ചെല്ലുകയും ചെയ്തു. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിലേക്ക് ചാരിയിരിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുമ്പ് കഴിഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ വത്തൂർ വ കിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻഷൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂ. സൂറത്ത് തൂറിലൂടെ അള്ളാഹു വിശദീകരിച്ചതാണ്. ബൈത്തുൽ മഅമൂർ, സിദ്റത്തുൽ മുൻതഹ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെന്ന് അള്ളാഹു തന്നെ വിശദീകരിക്കേണ്ടായത്. ബൈത്തുൽ മഅമൂർ 70,000 മലക്കുകൾ ഒരു ദിവസം അവിടെ ഭൂമിയിൽ കഅബയുള്ളതുപോലെ വാനലോകത്ത് മലായിക്കത്തുകൾക്ക് തവാഫ് ചെയ്യാനുള്ള ഭവനമാണ് കഅബക്ക് നേർരേഖയിൽ എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. ഒരു ദിവസം അവിടെ തവാഫ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് 70,000 മലക്കുകളാണ്. പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. ആ രൂപത്തിൽ കോടാനുകോടി വർഷങ്ങളായി ആ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് ബൈത്തുൽ മഅമൂർ. അവിടെ ചാരിയിരിക്കുന്ന രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത്. സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ, സ്വർഗീയ ലോകമുള്ള സിദ്റത്തുൽ മുൻതഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായി. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, എന്താണ് കാണുകയുണ്ടായത്? ആ മരത്തെ ആ സമയത്ത് അത് പൊതിയേണ്ടവ പൊതിഞ്ഞു. ഹദീസിൽ വന്നിട്ടുള്ളത് ലുഅ്ലുഉം സബർജദും, മുത്തും മരതകവും പോലുള്ള പക്ഷികളാണ്. അതല്ല, സ്വർണത്തിൻ്റെ കളറുകളുള്ള പക്ഷികൾ ആ മരത്തെ പൊതിഞ്ഞു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അതിൻ്റെ ഇലകൾ ആനയുടെ ചെവി പോലെ വലുതും അതിൻ്റെ ഫലങ്ങൾ ഭരണിയുടെ വലുപ്പത്തിലുമുള്ളതായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട മഹാ അത്ഭുതങ്ങളെന്നാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ ഇസ്രായിനെ സംബന്ധിച്ചും മേറാജിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായി തന്നെ ഇസ്രാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായിനെ സംബന്ധിച്ച് പറയുകയുണ്ടായത്. എന്നാൽ മേറാജിനെ സംബന്ധിച്ച് ആ വാക്കല്ല പ്രയോഗിച്ചിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ കണ്ടത് സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ചാണ്.
അറ്റത്തുള്ള വൃക്ഷത്തിൻ്റെ അടുത്ത് വെച്ചാണ് എന്ന് പറയുകയുണ്ടായി. അതെവിടെയാണുള്ളത്? വാനലോകത്താണ്. അതേപോലെ തന്നെ ബൈത്തുൽ മഅമൂറിൻ്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണേണ്ട സംഗതികൾ കണ്ടു എന്ന് പറയുന്നത് അതും വാനലോകത്തുള്ള സംഗതികളാണ്. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയത് മിഅ്റാജിൻ്റെ രാത്രിയായിരുന്നു എന്നാണ് ഹദീസുകളിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നിരിക്കുന്ന അവസരത്തിൽ റൂഹും ജസദുമായി കൊണ്ടായിരുന്നു ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചിട്ടുള്ളത്. അത് ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക എന്നതാണ് ഹദീസുകൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുടെ സമ്പ്രദായം എന്ന് മുഫസ്സിറുകളും മുഹദ്ദിസുകളും വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും സ്വന്തം ദേഹേച്ഛകൾക്ക് വിരുദ്ധമായി കാണുന്ന ഹദീസുകൾ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന കക്ഷിക്കാർ ഇസ്റാഉം മിഅ്റാജും നിഷേധിച്ചവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇസ്റായിനെ മാത്രം അംഗീകരിക്കുകയും മിഅ്റാജിനെ മാത്രം നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ഇസ്റാഉം മിഅ്റാജും സ്വപ്നമായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അവരിൽ നിന്ന് കാണാൻ പറ്റും. ഒരിക്കലും അള്ളാഹുവിന് കഴിയാത്ത കാര്യമല്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ഏതാനും നിമിഷ നേരങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നത്. അവിടെ നിന്ന് വാനലോകത്തേക്ക് എത്തിക്കുക എന്നതും അതുപോലെ തന്നെയാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വഹിയുമായി ഇറങ്ങി വരുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ്. ആ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അതേപോലെ അള്ളാഹുവിൻ്റെ അടുത്തേക്കും സിദ്റത്തുൽ മുൻതഹായിലേക്കും ബൈത്തുൽ മഅമൂറിലേക്കും ഒക്കെ ഉയർത്തുക എന്നത് അള്ളാഹുവിൻ്റെ കഴിവിലും ശക്തിയിലും പെട്ടതാണ്. അതിനെ നിഷേധിക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഴിവിനെ നിസാരവൽക്കരിക്കലും നിഷേധിക്കലുമാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ചിലരെ കാലത്തിനും സമയത്തിനും സ്ഥലത്തിനും അപ്പുറത്തേക്ക് നീക്കുന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലൂടെ പ്രതിപാദിക്കുകയുണ്ടായതാണ്. ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. നാമാവശേഷമായി പോയ ഒരു പ്രദേശത്തു കൂടി നടന്നുപോയ ഒരു പ്രവാചകൻ പറയുകയുണ്ടായി, അള്ളാഹു എങ്ങനെയാണ് ഈ നശിച്ചു പോയ പ്രദേശത്തെ പുനർജീവിപ്പിക്കുക എന്നത്. ഫഅമാതഹുല്ലാഹു മിഅത ആം. ആ വ്യക്തിയെ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തിനെ ജീവിപ്പിച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഏതാനും മണിക്കൂറുകളോ ഏതാനും ദിവസങ്ങളോ മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളത്. അള്ളാഹു പറയുകയുണ്ടായി, ബൽ ലബിസ്ത മിഅത ആം. അല്ല, നീ 100 വർഷം ഉറങ്ങിയിട്ടുണ്ട്. 100 വർഷത്തിനു ശേഷമാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ഫൻദുർ ഇലാ തആമിക വ ശറാബിക ലം യതസന്നഹ്. നീ നിൻ്റെ ഭക്ഷണപദാർത്ഥങ്ങളിലേക്ക് നോക്കുക. ലം യതസന്നഹ്, അത് തണുപ്പ് നഷ്ടപ്പെടുകയോ കേടുവരികയോ ചെയ്തിട്ടില്ല. വൻദുർ ഇലാ ഹിമാരിക വലിനജഅലഹു ആയതൻ ലിന്നാസ്. എന്നാൽ നീ നിൻ്റെ കഴുതയെ നോക്കുക, അതിനെ ഞാനൊരു ദൃഷ്ടാന്തമാക്കി മാറ്റുകയാണ്. എന്നാൽ നീ നിൻ്റെ കഴുതയെ നോക്കുക, ഞാനതിനെ ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റിയിരിക്കുന്നു. വൻദുർ ഇലൽ ഇളാമി കൈഫ നുൻഷിസുഹാ സുമ്മ നക്സുഹാ ലഹ്മാ. നീ ആ നുരുമ്പിപ്പോയ കഴുതയുടെ എല്ലുകളെ നോക്കുക, അതിനെ എങ്ങനെയാണ് ഞാൻ ജീവിപ്പിക്കുകയും അതിനെ മാംസങ്ങൾ കൊണ്ട് പൊതിയുകയും ചെയ്യുന്നത് എന്ന് നീ കാണുക എന്ന് പറയുകയും ആ പ്രവാചകൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ അള്ളാഹു ആ കഴുതയെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ആ പ്രദേശത്തോടു കൂടി കടന്നുപോയ മറ്റൊരു മനുഷ്യരും അവരുടെ കഴുതയെയോ അല്ലെങ്കിൽ ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയോ അവരുടെ ഭക്ഷണപദാർത്ഥത്തിനെയോ ഒന്നും കാണുകയോ അല്ലെങ്കിൽ കാലം അതിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഒരേ സ്ഥലത്തുള്ള 3 കാര്യങ്ങളിൽ കഴുത നശിച്ച് ദ്രവിച്ചുപോയി, ഭക്ഷണപദാർത്ഥങ്ങൾ ചൂടാറാതെ അതേ രൂപത്തിൽ തന്നെ അവശേഷിക്കുന്നു, ആ മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. ഇപ്പോഴുള്ളതാണ് യജൂജും അജൂജും, അതേപോലെ തന്നെ അവരെ തടഞ്ഞുകൊണ്ടുള്ള വൻമതിലും. എവിടെയാണതുള്ളത്? മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന എത്തിക്കഴിഞ്ഞാൽ യജൂജ് മഅജൂജ് വിഭാഗങ്ങൾ ആ മതിലിനെ തകർക്കുകയും പുറത്തു വരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയാം. അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, അങ്ങനെ ഒരു മതിലും അതിനപ്പുറത്ത് യജൂജ് മഅജൂജ് എന്ന 2 വിഭാഗങ്ങളും ജീവിക്കുന്നു എന്നത്. അവരിന്നേ വരെ മനുഷ്യരോ കണ്ടെത്തിയിട്ടില്ലാത്ത കാര്യമാണ്. മനുഷ്യരെക്കാളുമൊക്കെ എത്രയോ അധികമുള്ള ആ സമൂഹങ്ങളെ മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. കാരണം മനുഷ്യരുടെ കണ്ണിൽ മറയിടാൻ കഴിവുള്ളവനാണ് അള്ളാഹു. മനുഷ്യരുടെ കഴിവിലും പരിധിയിലും പെട്ടതല്ല ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുകയും ദർശിക്കുകയും ചെയ്യുക എന്നത്. മനുഷ്യരെങ്ങനെ അവകാശപ്പെടുകയും ബാധിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം അസംഭവ്യമല്ല, അത് സംഭവിക്കാവുന്നതാണ്. ഇസ്രായിനെയും മിഅ്റാജിനെയും നിഷേധിക്കുന്ന ആളുകൾ പിന്നീട് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച മറ്റു സംഭവങ്ങളെ നിഷേധിക്കുന്നതിലേക്കായിരിക്കും
അത് കൊണ്ടെത്തിക്കുക. അല്ലേ? പല ആളുകളും ഇസ്രാവും മേറാജും ഉറക്കത്തിലാണ് എന്ന് ജൽപ്പിക്കും. അതിന് നിഷേധിക്കുന്നതിന് തുല്യമാണ് ആ സംഗതികൾ. ഉറക്കത്തിലായിരുന്നെങ്കിൽ എന്താണ് അതിൽ ഇത്ര അത്ഭുതമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ള പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ സത്യമായി പുലരാറുമുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആ പുലർന്ന അത്ഭുതം അവർ മുൻകൂട്ടി കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു അത്ഭുതം അതിലില്ല. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം ദർശിച്ചതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ പ്രയോഗമല്ല. ഇമാം ഇബ്നു അബുൽ ഇസ്ൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ അഖീദത്തു തഹാവിയയിൽ ആ കാര്യം വിശദമായി തന്നെ പറയുന്നുണ്ട്. ഒരാളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അയാളുടെ ആത്മാവിനെയും അയാളുടെ ശരീരത്തിനെയും കൊണ്ടുപോകുമ്പോഴാണ് കൊണ്ടുപോയി എന്ന് പറയുക. ഒരാൾ സ്വപ്നത്തിൽ ദർശിച്ചു അതൊരു കാര്യത്തെ സംബന്ധിച്ച്, ഞാൻ സ്വപ്നത്തിൽ മക്കയിലേക്ക് പോകുന്നത് കണ്ടു, എന്നിട്ട് പിന്നീട് ഉണർന്ന ശേഷം ഞാൻ മക്കയിൽ പോയി വന്നു എന്ന് പറയുന്നത് ശരിക്കും കളവാണ്. യഥാർത്ഥത്തിൽ അയാൾ മക്കയിൽ പോയിട്ടില്ല, മറിച്ച് സ്വപ്നത്തിൽ ദർശിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന വ്യക്തമായ പ്രയോഗത്തിനെതിരാണ് അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ. വേറെ ചില ആളുകളുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിന് പോയിട്ടുണ്ട്, എന്നാൽ മേറാജിന് പോയിട്ടില്ല എന്നതാണ്. കാരണം ഖുർആനിൽ വ്യക്തമായി തന്നെ ഇസ്രായ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, മേറാജ് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, ഇസ്രായിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ മേറാജിനെ സംബന്ധിച്ചും അതിലേക്കുള്ള സൂചനകൾ 2 വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കാര്യം പറയുന്നിടത്തും സൂറത്ത് തൂറിൽ വത്തൂർ വ കിതാബിൻ മസ്തൂർ വൽ ബൈത്തിൽ മഅമൂർ എന്ന് പറയുന്ന വചനങ്ങളിലുമൊക്കെ മേറാജിലേക്ക് സൂചനയുണ്ട്. അവയിലൊന്നുമില്ലെങ്കിൽ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹീഹായ ഹദീസുകളിൽ വന്ന അത്തരം കാര്യങ്ങൾ നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ സഹീഹുൽ ബുഖാരിക്ക് തന്നെ പരിഭാഷ എഴുതിയ ഒരു പണ്ഡിതൻ പറയുകയുണ്ടായത്, ഈ ഹദീസുകൾ ഒരുപാട് വൈരുദ്ധ്യം നിറഞ്ഞതും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ജീവിച്ചിട്ടില്ലാത്ത മദീനയിൽ വെച്ച് മുസ്ലിമായ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ മദീനയിൽ ശിശുവായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, അതിനാൽ ഇത് വിശ്വസിക്കേണ്ടതില്ല എന്ന് അടിക്കുറിപ്പ് കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളെ സംബന്ധിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ വിലയിരുത്തിയതിന് വിരുദ്ധമായിട്ടാണ് അത്തരം അടിക്കുറിപ്പുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമറും അതുപോലെയുള്ള സഹാബിമാർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പിൽക്കാലത്ത് മുസ്ലിമായ സഹാബിമാരാണ്. അവരാണ് ഇസ്ലാമിൻ്റെ സുന്നത്തുകൾ അധികവും ഉദ്ധരിക്കുകയും പണ്ഡിതന്മാർ അവരിൽ നിന്നാണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് സനദുകളിലൂടെ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോ ജാബിർ റളിയല്ലാഹു അൻഹുവോ അതേപോലെ അനസ് റളിയല്ലാഹു അൻഹുവോ ഹിജറയുടെ 7-ാം വർഷത്തിൽ മുസ്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോ വിശ്വസിച്ചത് സ്വീകാര്യമല്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഇങ്ങനെയുള്ള വാദനങ്ങൾ കൊണ്ടെത്തിക്കുക. ഒന്നാമതായി. രണ്ടാമത്തെ സംഗതി, അനസ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ഒരുപാട് സഹാബിമാർ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അങ്ങനെയുള്ള നിരവധി സഹാബിമാരിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബൂദർ ഗിഫാരിയിൽ നിന്ന്, അദ്ദേഹം ആദ്യകാല മുസ്ലിമിൽപ്പെട്ട സഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രനാണ്. അബൂ ഹുറൈറ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആദ്യകാല മുസ്ലിങ്ങളിൽപ്പെട്ട സഹാബിയാണ്. അതേപോലെ സുഹൈബ് റൂമി ആദ്യകാല മുസ്ലിങ്ങളിൽപ്പെട്ട സഹാബിയാണ്. ഇവരൊക്കെ ഉദ്ധരിച്ച സംഭവമാണ് ഇസ്രായിൻ്റെയും മേറാജിൻ്റെയും ഹദീസുകൾ. പരിപൂർണമായി അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവർ റിപ്പോർട്ട് ചെയ്തു എന്നല്ല, മറിച്ച് ഇസ്രായിലും മേറാജിലും സംഭവിച്ച പല കാര്യങ്ങളും ഈ സഹാബിമാരൊക്കെ അതിൻ്റെ പല ഭാഗങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് അതിനുള്ള വ്യക്തമായ മറുപടി. മറ്റു ചില ആളുകൾ ഇസ്രായിലെയും മേറാജിനെയും നിഷേധിക്കാൻ ഒരു ഊന്നുവടിയാക്കാറുള്ളത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകളിൽ ഈ പറഞ്ഞ പല സഹായിമാരുടെയും റിപ്പോർട്ടിന് പുറമേ അവരിൽ നിന്ന് അനുസദാനുകളിൽ നിന്ന് മറ്റുമൊക്കെ ഉദ്ധരിച്ച ചില ഹദീസുകൾ ശരീക്ക് റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെയാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മനപ്പാഠശേഷിയിൽ ദൗർബല്യം വരികയും പല ഹദീസിലും അദ്ദേഹം തെറ്റുകൾ പണയുകയും ചെയ്തു. പല ഹദീസുകളിലും അദ്ദേഹത്തിന് തെറ്റുകൾ പണയുകയും ചെയ്തതായി പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിവായത്തിലൂടെയും ഇമാം ബുഖാരി സഹീഹിൽ ഇസ്രായിൻ്റെയും മേറാജിൻ്റെയും ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ മനപ്പാഠശേഷിയിൽ പ്രശ്നം വന്നത് കാരണത്താൽ ആ ഹദീസ് തള്ളിക്കളയണമെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ശരീക്കിലൂടെ അല്ലാതെയും ഈ ഹദീസ് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറയുകയുണ്ടായത് മറ്റു റായിമാരുടെ റിപ്പോർട്ടിനൊപ്പം ശരീക്കിൻ്റെ റിപ്പോർട്ട് കൂടി കൊടുക്കുകയുണ്ടായത് ശരീക്കിന് മറ്റു റായിമാരിൽ നിന്നുള്ള വ്യത്യാസം കാണിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും ഉള്ളതായി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയുടെ വിശ്വാസ്യതക്കോ അതിൻ്റെ സ്ഥാനത്തിനോ കുറവ് വരുത്തുന്നതല്ല, മറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിലെയും
സഹീഹ് മുസ്ലിമിലെയും മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണെങ്കിലും അതിലെ പല ഹദീസുകളിലും ഇങ്ങനെയുള്ള ചില പദങ്ങൾ സഹീഹ് അല്ലാത്തത് അല്ലെങ്കിൽ ചർച്ചയുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇമാം ഇബ്നു സലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ സഹീഹ് ബുഖാരിയെ സംബന്ധിച്ചും സഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ചുമൊക്കെ പഠനം നടത്തിയ പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിനെയും മേറാജിനെയും സംബന്ധിച്ച് പരാമർശിക്കുന്ന ഹദീസുകൾ പണ്ഡിത ലോകം അംഗീകരിച്ചതും ഇസ്ലാമിക ലോകത്ത് പരക്കെ അറിയപ്പെടുകയും ചെയ്യുന്ന സംഭവമാണ് ഇസ്രാവും മേറാജും. മുസ്ലിങ്ങളിൽ ഇസ്രാവും മേറാജും അറിയാത്ത മനുഷ്യന്മാർ വളരെ ദുർലഭമായിരിക്കും. ഇന്നലെ കലിമ ചൊല്ലി മുസ്ലിമായ പുതിയ മുസ്ലിമിന് ചിലപ്പോൾ ഇസ്രാവും മേറാജും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ പരമ്പരാഗതമായി മുസ്ലിങ്ങളായവർക്കും ഇസ്ലാമിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അറിവുള്ളതാണ് ഇസ്രാവും മേറാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുതവാത്തിറായ ഹദീസുകളുടെ ഗണത്തിലാണ് അത്തരം സംഭവങ്ങൾ ഉൾപ്പെടുക. മേറാജിൻ്റെ രാത്രിയിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഅമൂറിന് ശേഷം തനിച്ചാണ് യാത്ര തുടരുകയുണ്ടായത്. അവിടെ വെച്ച് ഫൗഹ ഇല ആബിദിഹി മാ ഔഹ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീ നൽകിയതിനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവേശനമുണ്ടായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എത്തി, സലാം ചൊല്ലി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയുണ്ടായി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിച്ചതുപോലെ. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടോ ഇല്ലയോ എന്ന ചർച്ച സഹായിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയതുപോലെ നൂറുൻ അന്ന അറാ, പ്രകാശത്തെയാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ മറയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി 50 വക്ത് നമസ്കാരം നിർബന്ധമാക്കുകയും ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്താണ് അള്ളാഹു നിങ്ങളോട് പറയുകയുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വക്ത് നമസ്കാരത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, എൻ്റെ ഉമ്മത്തിനെ എനിക്ക് പരിചയമുണ്ട്, നിങ്ങളുടെ ഉമ്മത്തിന് ഇത് സാധ്യമല്ല, നിങ്ങൾ തിരിച്ചുപോയി അള്ളാഹുവിനോട് ഇളവ് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങിപ്പോയി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഇളവ് ചോദിക്കുകയുണ്ടായി. 5 വക്ത് നമസ്കാരം ചുരുക്കി കൊടുക്കുകയുണ്ടായി. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. അങ്ങനെ 8-9 തവണ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയും വീണ്ടും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലെത്തി ഇളവ് ചോദിക്കുകയും ചെയ്തു എന്നാണ് ഹദീസുകളിലുള്ളത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, 5 വക്ത് ഇനി എനിക്ക് മടങ്ങിപ്പോവാൻ, ഇനിയും എനിക്ക് അവസാനം 5 വക്താക്കി നിജപ്പെടുത്തുകയുണ്ടായി, ഇനിയും എനിക്ക് അള്ളാഹുവിനോട് തിരിച്ചുപോയി ഇളവ് ചോദിക്കാൻ ലജ്ജയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടുകയുണ്ടായി, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല, നിങ്ങൾക്ക് 5 വക്തിന് 50 വക്തിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് വിളിച്ചു പറയപ്പെടുകയും നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാവുകയും ചെയ്തു. ഇസ്രായിൻ്റെയും മെറാജിൻ്റെയും ഒക്കെ സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇസ്ലാം ദീനിൻ്റെ എല്ലാ ഫറായിദുകളും ഭൂമിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ വഹയിലൂടെയാണ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യം അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ശരീഅത്താക്കുകയും ചെയ്ത, ഫർളാക്കുകയും ചെയ്ത കർമ്മമാണ് നമസ്കാരം. 5 വക്ത് നമസ്കാരം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷർത്തുകളും ഫർദുകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ സമയങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മമാണ് നമസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് നടത്തിയ സംഭാഷണം പോലെ ഓരോ വിശ്വാസിയും 5 നേരവും അള്ളാഹുവിനോട് നടത്തുന്ന മുനാജാത്ത് സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി അത് നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ആരാണവർ? നമസ്കാരം സൂക്ഷ്മമായി പരിപാലിച്ചു പോരുന്ന ആളുകൾ. അതുകൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കുക എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ആ മിഅ്റാജ് കൃത്യമായി ഏത് ദിവസമായിരുന്നുവെന്നോ എന്നാൽ ആ മിഅ്റാജ് കൃത്യമായി ഏത് ദിവസമായിരുന്നുവെന്ന കാര്യം സഹാബിമാരാരും വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ 10 വർഷം ജീവിച്ചു. 1 വർഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ ഓർമ്മ പുതുക്കുകയോ അന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇബാദത്തുകൾ നിയമമാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മിഅ്റാജിൻ്റെ രാത്രി ഹയാത്താക്കുക എന്ന പേരിൽ ഉറക്കമൊഴിക്കുകയും പലഹാരങ്ങൾ വയറ് നിറയെ ഭക്ഷിക്കുകയും
എന്നിട്ട് സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തി കിടന്നുറങ്ങുകയും ചെയ്യുന്നത് പല നാടുകളിലും നമുക്ക് കാണാൻ പറ്റും. പല നാടുകളിലും പ്രത്യേകം ചടങ്ങുകളും ആചാരങ്ങളൊക്കെയാണ് മേറാജിനും ഇസ്രായിൻ്റെ ഒക്കെ രാത്രിയിൽ ഉണ്ടാവാറുള്ളത്. യഥാർത്ഥത്തിൽ അത് ബിദ്അത്താണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭൂതരാകാൻ കാരണമാകുന്ന മഹാ മുൻകറാത്തുകളാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നടന്നു വരാറുള്ളത്. ഒരു സുന്നത്ത് നിർവഹിക്കുക വഴി ഫർദ് നഷ്ടപ്പെടുന്നത് കുറ്റകരമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചു, അങ്ങനെ ക്ഷീണിച്ച് അയാൾ ഉറങ്ങിപ്പോയി, അങ്ങനെ സുബഹി നമസ്കരിക്കൽ അയാൾ വൈകിയാണെങ്കിൽ അത് കുറ്റകരമാണ്. എന്നാൽ ഒരാൾ ബിദ്അത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുകയും അവസാനം സുബഹി നഷ്ടപ്പെടുകയും ചെയ്താൽ അത് ഏറ്റവും ശിക്ഷയ്ക്ക് അർഹപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായിൻ്റെയും മിറാജിൻ്റെയും ഹദീസുകൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ വിശദീകരിക്കേണ്ടായത്. ആ ഹദീസുകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം അതിൽ വന്ന സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇവിടെ ഇമാം അബൂ ജാഫർ തഹാവി പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത്. അത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശദീകരിച്ചതാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ആദരവായിരുന്നു ഇസ്രാ മിഅ്റാജും. അവിടെ വെച്ച് പല അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുകയുണ്ടായി എന്നിത്യാദി കാര്യങ്ങളാണ് ഇമാം അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ചുരുങ്ങിയ വരികളിലൂടെ വിശദീകരിക്കുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.